ഇത്? രണ്ടുപേരും വഴക്കൂടുമ്പോ നിങ്ങൾ എരിവേറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാനാ അച്ഛാ? അവരായ അവരുടെ പാടായി. അച്ഛൻ അതെ അവരെ പിടിച്ചോട്ടെ, ഞങ്ങളെ ഉപദേശിക്കാൻ. ബസ് ചാങ്ങളമാര് എന്തുവാടി പ്രശ്നം? എന്തുവാ? എന്തോന്നാടേ അവിടെ രണ്ടുപേര് വഴക്കൂടി മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾ പിള്ളേർ ചേർന്ന് വഴക്കുണ്ടാക്കും. എന്താ? ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ഇത്തിരി സമാധാനത്തോടെ നടന്ന കാര്യം എന്താന്ന് പറ. അച്ഛാ എന്താ അച്ഛാ, കൃഷ്ണേച്ചി ഒരു പാറ്റയെ പേടിച്ചിട്ടുള്ളൊരു വീഡിയോ മധു ചേച്ചിന്റെ ചാനലിൽ ഇട്ടു. അത് വൈറലായി. ഇത്രേ ഉള്ളൂ. അതിന് വൈറലായാലും എന്തിനാ വഴക്കിടുന്നത്? ഇവൾ എന്റെ ചാനലിൽ പ്രാവിട്ട് ഇപ്പൊ കിട്ടുന്ന വ്യൂസ് ഒക്കെ പോയി, സബ്സ്ക്രൈബേഴ്സും പോയി, ഫോളോവേഴ്സും പോയി, എല്ലാം പോയി. അച്ഛാ എങ്ങനെ പോയെന്നറിയാവോ? ഇവളുടെ നാക്ക് അത് പിഴുത് കാണാം, അപ്പൊ ശരിയാവും. വായടച്ചു പോയി. അവള് പറയട്ടെ, പറഞ്ഞേ എന്താ? ഈ ചെറുക്കൻ പേടിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഏത് മറ്റേ പാമ്പിനെ കണ്ട് തുള്ളിച്ചാടിയൊക്കെ പോകുന്നേ? അതന്നെ, അത് വൈറലായി. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇവ അഭിനയിച്ച് കൊളവാക്കിയതാണെന്ന്. അഭിനയം പറഞ്ഞാണല്ലോ ഒടുക്കി ഞാൻ നിർത്തിക്ക്. അപ്പൊ അതിന് ഈ പ്രാഗലുമായിട്ട് എന്താ ബന്ധം? ഇവള് പ്രാവിട്ട് എന്റെ വ്യൂസ് ഒക്കെ പോയത്. നേരത്തെ നല്ല വ്യൂസ് ഉണ്ടായിരുന്ന ചാനലായിരുന്നു. ഞാൻ പ്രാഗിട്ടൊന്നും അല്ല അച്ഛാ, ഇവന്റെ അഭിനയം കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ പ്രാഗിയാലൊക്കെ താഴെ പോവോ റേറ്റിംഗ് ഒക്കെ? ഇവള് പ്രാവിയ റേറ്റിംഗ് ഒക്കെ പോകും. മക്കളെ, നിങ്ങൾ ഈ പാറ്റയെ പിടിക്കുന്നതും പഴുതാരെ പിടിക്കുന്നതും പാമ്പിനെ പിടിക്കുന്നതുമായിട്ടുള്ള ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരം വീഡിയോ നിർത്ത്. എന്നിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണകരമാകുന്ന സാധനങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അവരെ പറഞ്ഞ വീഡിയോ ചെയ്യാം, മറ്റേ നന്മ ലോകം സഹായിക്കുന്ന വീഡിയോ, അത് നമുക്ക് ചെയ്യാം. നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടാക്ക്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എന്ത് ഐഡിയ ഉണ്ടാക്കുമ്പോഴും ആ കണ്ടന്റ് ക്രിയേഷന്റെ കൂടെ ഈ കരിങ്ങാലിയെ കൂടെ കൂട്ടരുത്. നീ ആ കുഴപ്പക്കാരൻ. പിള്ളേർ മര്യാദയ്ക്ക് ഇരിക്കുകയില്ലേ, അവരെ വഴക്കടിപ്പിക്കുക, എന്നിട്ട് എരിവ് കയറ്റുക. മേലാൽ ഇവനില്ലാതെ നിങ്ങൾ കണ്ടന്റ് ചെയ്തോ, നിങ്ങൾ നോക്കിയോ, ടപടപാന്ന് അത് കയറിപ്പോവും. അതൊന്നും പറ്റില്ല. എനിക്കാണ് ഇവിടെ നഷ്ടം ഉണ്ടായത്. എനിക്ക് സ്നേഹത്തിലൊന്നും പറയാൻ പറ്റില്ല. എനിക്കും പറ്റത്തില്ല. മക്കളെ, വഴക്ക് വിട്ടിട്ട് ഉഗ്രം വീഡിയോ ചെയ് കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയി വലിയ ആൾക്കാരുടെ വഴക്കൊന്ന് ശമിപ്പിച്ചിട്ട് വരാം. നിങ്ങൾ ഇനി മേലെ വഴക്കിടരുത്. ഇവര് വഴക്കിട്ടാ നിനക്കിട്ട അടി കേട്ടാ. എടി പുഷ്പേ, നീ ആ കൂടോത്രം ഗീതയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ കോഴി അങ്ങ് കൊടുത്തേരടി. അല്ല, അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വളർത്താൻ മേഘ. ഇതോട് പറഞ്ഞാൽ ചിലപ്പോൾ അവളത് മനസ്സിലാക്കും. വേണ്ടെന്നേ, ഇനി വാക്ക് വ്യത്യാസം ഒന്നും കാണിക്കണ്ട. കൊടുക്കാന്ന് പറഞ്ഞതല്ലേ, അങ്ങ് കൊടുത്തേരെ. ഹലോ, നമുക്ക് ആ കോഴിയെ അങ്ങ് വളർത്തിയാലോ? വേണ്ട. എന്താടി? ഇനി എൻ്റെ അമ്മക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യത്തില്ല. അമ്മയുടെ വാക്കിനെ വില. അല്ല അമ്മേ? പിന്നെ കണ്ടോടാ, അമ്മയുടെ വാക്കിന് മാത്രമേ വീട്ടിൽ വിലയുള്ളൂ. ആ, അമ്മയുടെ വാക്കിന് മാത്രമേ വിലയുള്ളൂ. കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ ആവും നോക്കിയേക്കാം. അല്ല, ഇതുവരെ കാണാൻ പറ്റാത്ത ചില കാഴ്ചകളും സംസാരങ്ങളും ഒക്കെ ആണല്ലോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലേ, ഞാൻ എങ്ങനെയാ നിൽക്കേണ്ടത്? പിന്നെ സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിനും കുറ്റം, അല്ലാത്ത രീതിയിൽ നിന്നാൽ അതിനും കുറ്റം. നിങ്ങൾ എന്തിനാ കുറ്റം പറയാത്തെ? അയ്യോ, ഇങ്ങനെ നിന്നാ മതി. ഇങ്ങനെ കാണാനാ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതൊന്നല്ല മനസ്സിൽ ദുഷ്ടത്തരാൻ. ഒരു ദുഷ്ടത്തരവും ഇല്ല. ഭഗവാനാണ് സത്യം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവരുതേ എന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വഴക്കൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്നുമോളല്ലേ അവള്. ഭയങ്കരം തന്നെടോ, ഭയങ്കരം തന്നെ കേട്ടാ. അമ്മായിമ്മ മരുമോളും തമ്മിലുള്ള സ്നേഹം. ഭഗവാനെ, എന്ന് ഇവരിങ്ങനെ അങ്ങ് പോണേ സ്നേഹത്തില്. ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. നന്നായിരിക്കട്ടെ കേട്ടോ, നന്നായിരിക്കട്ടെ. എന്നും ഇങ്ങനെ വേണേ. ഞാൻ പോയി കഴിയുമ്പോ കിടന്ന് അടി കൂട്ടരുതേ. പിന്നെ എടി പോടാ, നീ പോ. പറന്ന് ഞാനും കൂടെ കാര്യം. നീ കേൾക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ നീ കേൾക്കേണ്ട ആവശ്യം എന്താ? മുഖത്തുടുത്തിരിപ്പുണ്ടല്ലോ മരുമോളുമായിട്ട് കോംപ്രമൈസ് ചെയ്തപ്പോ. ഇതിന് സൗന്ദര്യം കൂടിയോന്നൊരു സംശയം. ചക്കരെ മോളെ തുറക്കല്ലേ, അടച്ചിട്ട് ഗേറ്റ് വെച്ചിരിക്കുന്നത് അടച്ചിടാൻ വേണ്ടിട്ടല്ലേ? എന്തിനാ ഗേറ്റ് അടച്ചിടണേ? ഇന്നത്തെ ദിവസം ഗേറ്റ് തുറക്കണ്ട, അടഞ്ഞു തന്നെ കിടക്കട്ടെ. അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഗേറ്റ് തുറന്നിടണെന്ന്? അതൊക്കെ ശരിയാ മോളെ, പക്ഷെ ഇന്നത്തെ ദിവസം ഇത് അടഞ്ഞു കിടന്നാ മതി. ഇന്നത്തെ ദിവസത്തിന് എന്നിട്ട് പ്രത്യേകത? 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ബാറും ബ്യൂറേജ് ഒക്കെ അല്ല അടച്ചിട, അല്ലെങ്കിൽ ഗേറ്റ് അറിയില്ല അടച്ചിടും. അതൊക്കെ അറിയാല്ലേ. 1-ാം തീയതി ആയിട്ട് നമ്മുടെ ഈ ഗേറ്റും തുറക്കണ്ട. കണ്ട ശകുനപ്പഴ പിടിച്ചവരൊന്നും വീട്ടിനകത്തോട്ട് കാല് കുത്തണ്ട. അയ്യേ, അച്ഛനൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കാ? ഇത് വിശ്വാസമുണ്ട്, അത് സത്യമാണ്. എങ്ങനെ സത്യമാണെന്ന്? നിനക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ മാസം 1-ാം തീയതി ആരാ ഇവിടെ കാല് കുത്തിയെന്ന്? ആരാ? നിന്റെ അമ്മയുടെ അച്ഛൻ കാലം കലാധരൻ. ഇന്ന് ആ ഒരു മാസം എന്ന് വെച്ചാൽ മുടിഞ്ഞ മാസമായിരുന്നു. ഇങ്ങനെ കച്ചവടം തൊട്ടടുത്ത് വരെ വന്നിട്ട് പോലും ഇയാള് കയറിയതിന്റെ ഫലവാ ആ കച്ചവടം നടന്നില്ല. പിന്നെ അപ്പൂപ്പ കാല് കുത്തിയിട്ടാണ് അച്ഛന് കച്ചവടം നടക്കാത്തതെന്ന് ആരാ പറഞ്ഞേ? 100% ഉറപ്പാ. ഇല്ലെങ്കിൽ എത്രയോ വലിയ കച്ചവടം നടക്കേണ്ടതാ. അങ്ങനെ കാല് കുത്തി എന്റെ കച്ചവടം പോയി. അതിന് ശകുനപ്പഴയുള്ളവരൊക്കെ എങ്ങനെ തിരിച്ചറിയും? അത് എനിക്കിഷ്ടമില്ലാത്തവർ എല്ലാം ശകുനപ്പഴയാണ്.
ആ അപ്പൊ അപ്പൂപ്പന് അച്ഛനെ ഇഷ്ടല്ല. ആ അപ്പൂപ്പനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നമ്മോട് പറഞ്ഞു കൊടുക്കാം. എൻ്റെ മകളെ അബദ്ധം ഉണ്ടാക്കരുത്. ഏ? നിന്റെ അമ്മ അല്ലെങ്കിലേ ഒരു കാരണം കാത്തിരിക്കുക എൻ്റെ തലയിൽ മെക്കിട്ട് കയറി. നീ ഇത് പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ എന്നെ പിടിച്ച് തലകുത്തി നിർത്തോളൂ. ഞാൻ പറഞ്ഞു കൊടുക്കണല്ല. എനിക്ക് എന്ത് മേടിച്ചു തരും? അതൊക്കെ എന്ത് വേണം? എന്ത് തരും? നിനക്ക് ഞാൻ ഈ സ്ഥലത്തിൽ നിന്ന് 1 ഏക്കർ അങ്ങോട്ട് പതിച്ചു തരാം. ഒരു നിക്കർ പോലും സ്വന്തമായിട്ടില്ലാത്ത അച്ഛൻ 1 ഏക്കർ എനിക്ക് പതിച്ചു തരും? അമ്മക്ക് അറിയാലോ. പിന്നെ അച്ഛനോട് ചോദിക്കാവോ? അച്ഛൻ ഇതൊക്കെ അടച്ചിട്ട് നല്ല ഐശ്വര്യമുള്ള ആരെങ്കിലും വരുമ്പോൾ തുറന്നു കൊടുത്ത് അവരെ കയറ്റിയിട്ട് ആ ഐശ്വര്യം എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ നല്ല കച്ചവടം നടത്തി ഒരുപാട് പൈസ കിട്ടുമ്പോൾ അമ്മക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിച്ചു തരും. മതിയോ? ആ മതി മതി. പക്ഷെ ഇതൊന്നും പോയി ആ അമ്മയെടുത്ത് എഴുന്നള്ളിക്കരുത്. ഇല്ല പറയണില്ല. എന്നാ മോൾ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കി കുട്ടപ്പിയായിട്ട് അങ്ങോട്ട് വാ. ഏറ്റവും വലിയ ശകുനപ്പഴേ പോണത്, പിന്നെ ഗേറ്റ് അടച്ചിട്ടിട്ട് എന്താ കാര്യം? Thank you for the gift. Nobel Prize. അയ്യേ, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ബുക്കും തുറന്നു വെച്ചു. നിനക്ക് ഞാൻ തരാടാ ഗിഫ്റ്റ്. എന്ത് വെച്ചാ എന്തോന്നേ? എന്തോ ഉറക്കമായത്? പഠിക്കണ്ടേ? പഠിച്ചു. പിന്നെ സ്വപ്നം കാണുന്നല്ലേ അബ്ദുൽ കലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് സ്വപ്നം കാണുമായിരുന്നു. അയ്യേ, അബ്ദുൽ കലാം സ്വപ്നം കാണണമെന്ന് മാത്രമല്ല പറഞ്ഞത്. സ്വപ്നം കണ്ടിട്ട് അതനുസരിച്ച് നീങ്ങണം, എന്നാൽ ലക്ഷ്യത്തിൽ എത്തുമെന്നാ പറഞ്ഞത്. ഞാൻ നീങ്ങുന്നുണ്ട്. എന്തോന്ന് നീങ്ങുന്നുണ്ട്? നീ എന്തോ പഠിച്ചു എത്ര നേരമായിട്ട്? അത് ഞാൻ പഠിച്ചു. അല്ല, അതും മരത്തിയിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഇന്ന് തൊട്ട് നീ എപ്പ കിടക്കണം, നീ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ അപ്പ ഇടുന്ന അച്ഛൻ തന്നെ പറയൂ. അപ്പൊ വേണം നീ അപ്പ ഇടുന്നു പല്ല് തേക്കുന്നതൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കൂടാ. എന്റെ സ്വപ്നം കാണല്, നീ എന്ത് സ്വപ്നം കാണണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. കഷ്ടം. എനിക്ക് ഇച്ചിരി ഫ്രീഡം വേണ്ട പഠിക്കാൻ. ഒരു ഫ്രീഡം വേണ്ട. മര്യാദയ്ക്ക് അവിടെ നിന്ന് പഠിക്കുക, ടെസ്റ്റ് എഴുതി പാസ്സാകുക. പാസ്സായിക്കോളാം. അച്ഛൻ കുഴപ്പമുണ്ടായിരുന്നു? ഓ, ഇവരെന്ത് ചെയ്യാൻ നോക്കാൻ വന്നതാ. പോത്തിനെ പോലെ ഇവിടെ ഉറങ്ങുന്നു. എന്റെ ഹെഡ്സെറ്റ് എവിടെയാടാ? നീ നേരത്തെ എന്റെ ഹെഡ്സെറ്റ് എടുത്തോണ്ട് പോയതല്ലേ, നീ തിരിച്ചതാ. നിനക്കതിന് ഇപ്പൊ ഹെഡ്സെറ്റ്? പാട്ട് കേൾക്കാൻ. അല്ലൊക്കെ വീട്ടിൽ ജോലി ചെയ്യേണ്ട സമയത്തോ പഠിക്കുന്ന സമയത്തോ ഹെഡ്സെറ്റ് എടുത്ത് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് നീ. എന്താ പാട്ട് കേട്ട എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? അച്ഛൻ എന്താ വെച്ചാ? എടാ, ഒരു ലക്ഷ്യബോധം വേണ്ടേ ജീവിതത്തില്? എനിക്ക് നല്ല ലക്ഷ്യബോധം ഒക്കെ ഉണ്ട്. എന്താന്ന് ലക്ഷ്യബോധം? ഞാനൊരു ഹോട്ടൽ പണിഞ്ഞിട്ട് അതിന്റെ MD ആവും. നടന്നത് തന്നെ. ഡാഡാ, നീ ആണോടാ തീരുമാനിക്കുന്നത് നടക്കൂല്ലേ എന്നുള്ളത്? തട്ടുകടയായിരിക്കും, തട്ടുകട. തമാശ. പിന്നെ എന്തോന്ന് പാട്ടില്ല നീ പണിയാൻ പോണത്? അതൊക്കെ ഞാൻ പണിഞ്ഞോളാം. എനിക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഒന്ന് പണിത് തരാനുള്ള പൈസയൊന്നും എൻ്റെ ഒന്നും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ പണിയെടുത്ത് ഉണ്ടാക്കേണ്ടി വരും. അതിനുള്ള കെൽപ്പുണ്ടോ? ആ സമയത്ത് ഹെഡ്ഫോൺ എടുത്ത് പാട്ട് കേട്ടോണ്ടിരുന്നാ മതിയോ? ഈ പറയുന്ന അച്ഛന് പിന്നെ ഭയങ്കര ലക്ഷ്യബോധം കാണാം. മിണ്ടരുത്. എന്തെങ്കിലും നിന്നെ നന്നാക്കാൻ പറഞ്ഞ ഉടനെ എന്റെ തല മെക്കിട്ട് കയറിക്കണം കേട്ടോ. എടാ, എന്റെ ലക്ഷ്യബോധം തൊലഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യബോധം എന്താണെന്നറിയോ? ഇവന് ഒരു നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക, അതിലോട്ട് എത്തിക്കുക. എന്നെ എത്തിക്കാണെന്ന് നോക്കണ്ട. എനിക്ക് നൊബേൽ പ്രൈസ് തന്നെ കിട്ടിക്കോളൂ. എന്റെ ഇത് പഠിത്തമൊക്കെ ഒന്ന് കഴിയട്ടെ. ഗ്രീൻ റെവല്യൂഷൻ കഴിയുമ്പോൾ എനിക്ക് കിട്ടും നൊബേൽ പ്രൈസ്. നടക്കും. എടാ, ഇത് ജംഗ്ഷനിൽ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല നൊബേൽ പ്രൈസ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്ക് പോക്കെ എനിക്ക് ശരിയൊന്നും ഓർമ്മ. എനിക്കടാ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കിടക്കട്ടെ. അപ്പൊ എനിക്ക് എനർജി വരും. അപ്പൊ ഞാൻ പഠിച്ചോളാം. അലർജി എനർജി. നീ പല്ലും തേക്കേണ്ട, വെള്ളവും കുടിക്കേണ്ട, ഒരു എനർജിയും വേണ്ട. ബുക്ക് എടുക്കടാ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. നീ ഞാൻ പറയുന്നിടത്തിരുന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. വെളി ചൂടാ. നടന്നേ. പൂച്ചയെ പൊക്കുന്ന പോലെ പൊക്കൂടാ. അച്ഛാ, എന്നെ പൊക്കിയില്ലല്ലോ. ചിലപ്പോ എനിക്ക് ലക്ഷ്യബോധം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്താ അച്ഛാ, ഞാൻ ഒറ്റക്കിരുന്ന് പഠിച്ചോളാം. എനിക്ക് അതേ ശരിയാവത്തുള്ളൂ. നീ ഒറ്റക്കിരുന്ന് പഠിക്കണ്ട, ശരിയാവണ്ട. ഇത് ഇവിടെ കാലപ്പുറത്ത് മര്യാദക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. അമ്മയുടെ 2 കണ്ണും 2 ചെവിയും മനസ്സും ഇവിടെ കൊടുത്തോണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാടാ, പഠിക്കുന്നുണ്ടോന്ന്. പിന്നെ അച്ഛൻ ആദ്യം 10ാം ക്ലാസ് അങ്ങോട്ട് പാസ് വന്നിട്ടല്ലേ എന്നെ പഠിപ്പിക്കാൻ വരും. ഓ, നീ വലിയ പഠിത്തക്കാരനാണല്ലോ. എനിക്ക് ബുദ്ധി ഉണ്ടോടാ വല്ലോ? കണ്ടാ ശരിയത്തിൽ ആലമ്പുണ്ടാക്കും. ഞാൻ പോവാം. 5 പേജ് പഠിച്ചു വെച്ചോണം. വരുന്ന കഴിയുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞില്ല ചവിട്ടി കൂട്ടുന്നേ. പതുക്കെ കാശ് കൊടുത്ത് മേടിച്ച ബുക്കാത്. പഠിക്കടാ മര്യാദക്ക്.
പഠിച്ചോണം. ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. നോക്കും എടാ അതിന് എന്നിട്ട് കെട്ടികൾ വിടില്ലല്ലോ ചായയുടെ. അവളെവിടെ പോയി? ഭാര്യ എവിടെ പോയെന്ന് ഭർത്താവിന് അറിയില്ലേ? മരുമാൾ എവിടെ പോയെന്ന് അമ്മായിമ്മയ്ക്ക് അറിയാവോ? അവളാ കൂടോത്രം ഗീതയുടെ വീട്ടിലെങ്ങാട്ടെ തെണ്ടാൻ പോയിരിക്കാം രാവിലെ. ഇവക്ക് എന്തിന്റെ കേടാമേ? 1-ാം തീയതി വല്ല വീട്ടിലൊക്കെ തെണ്ടി കിടക്കണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പണി ചെയ്, അമ്മ ഒരു ചായ ഇട്ടോ. നിന്റെ തലയോട് എന്ന് പറയടാ ചായയുടെ. നമ്മളാരാ? ഓതോ പൊക്കളൊന്നും ഇല്ലേ? ഹലോ, യു ആർ മൈ മദർ, യു ആർ മൈ തള്ള. ബോധ്യമുണ്ടോ അതിനെ കുറിച്ചിട്ട്? പെരുങ്ങിച്ചമ്മഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോ അതൊക്കെ മറന്നു അല്ലേ? ഒരു ചായ ഇട്ട് തരുമോ? 2 തമ്മകളില്ല, അവരോട് പറഞ്ഞിട്ട് പറ. ഡേയ് ഡേയ് ഡേയ്, ആവശ്യത്തിന് സംസാരിച്ച കേട്ടാ. ഞാൻ പെമ്മക്കളെ കൊണ്ട് ചായ ഇട്ട് കുടിപ്പിച്ചോളാം. അല്ലടാ പെങ്ങമക്കളുണ്ടല്ലോ 2 കെട്ടിയൊരുങ്ങി അവിടെ നിൽപ്പുണ്ട്, അവളെ കൊണ്ട് ഇടിച്ചു കുടിക്കും. പെമ്മക്കളെ കൊണ്ട് ഞാൻ ചായ ഇട്ട് കുടിപ്പിച്ചോളാം. തള്ളേനെ കളിയാക്കാൻ ഉണ്ടല്ലോ, കാൽപടിക്ക് ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ഒന്ന് കേറി പോ, എനിക്ക് പഠിക്കണം. 5 വയസ്സ് പഠിക്കണ്ട, അല്ല എന്നെ ചവിട്ടൂലേ? എടാ നിനക്ക് പഠിക്കാൻ മേലെ? ഞങ്ങൾ വർത്താനം പറയുന്നത് ശ്രദ്ധിക്കുന്ന എന്തിനാ? ശ്രദ്ധിക്കുന്ന ഇവിടെ കിടന്ന് പല ഞാൻ എങ്ങനെ പഠിക്കാനാ? ഡേയ് കാലപ്പുറത്ത് പഠിക്കടാ. പഠിച്ചോളാം, ഒന്ന് കേറി പോവോ? കാലം പോയ കാലേ. എന്നാ പറയാനാ മക്കളെ, ഇങ്ങനെയൊക്കെ പിള്ളേർ ഇങ്ങനെ തലതിരിഞ്ഞു പോയല്ലോ മക്കളെ. ഇവനൊക്കെയാണോ ഇനി പരീക്ഷ പാസ്സായിട്ട് സർക്കാർ ജോലി മേടിക്കാൻ നിൽക്കുന്നത്? പഠിച്ചോളാം, ഒന്ന് പോ, ഞാൻ പഠിച്ചോളാം. നിന്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല കേട്ടാ. അച്ഛമ്മ ഒറ്റ എഴുത്തി എനിക്ക് ഗതി വരാൻ കാരണം. ഞാൻ എന്ത് ചെയ്തോടാ? സർക്കാർ ജോലി കിട്ടിയെങ്കിലല്ലേ സ്വത്തെല്ലാം കേട്ടത്തുള്ളൂ. അതൊക്കെ ഇവിടുത്തെ നിയമം. ആ സർക്കാർ ജോലി കിട്ടിയിട്ട് സ്വത്ത് തരുള്ളൂ. കിട്ടാതെ എനിക്ക് കിട്ടൂല. ഇല്ല, ഞാൻ സരിതയുടെ മൊക്കെ കൊത്തു. സരിതയുടെ മോള് അതൊന്നും കാണണല്ലോ. ഇവിടെ നിയമം കോടതിയൊക്കെയാണ്, ഞാൻ പോകും. നീ കോടതി നിയമത്തിലേക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. വിളിക്കും, വിളിച്ചോണ്ട് വാ. ഞാൻ വിളിക്കും. വിളിക്കാം അങ്ങോട്ട്. സരിതയുടെ മോള് ഒന്നും അവൾ ഉണ്ടായപ്പോ എനിക്ക് കഷ്ടകാലം. കണ്ണും പിടിക്കത്തില്ലല്ലോ. ആരാത്? സസ്പെൻസ് തരാൻ വേണ്ടിട്ടാണ് ഇത് കടന്നത്. ഞാൻ വരുന്ന പറഞ്ഞിട്ട് നിന്റെ അമ്മ മനഃപൂർവ്വം ഫ്രണ്ട് കയറ്റി പൂട്ടിട്ടല്ലേടി? അമ്മയല്ല പൂട്ടിയിട്ട് അച്ഛനാണ് പൂട്ടിയിട്ടെ. അച്ഛനാ? ആ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ അച്ഛൻ എന്താ പഠിപ്പിച്ചിരുന്ന അറിയാമോ? ഈ വീട്ടിൽ വരുന്ന നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടി ഗേറ്റ് തുറന്നു വിടണമെന്നാ എപ്പോഴും. അതെന്റെ അച്ഛൻ പറയാറുള്ളതല്ലേ? അത് എന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ ആദ്യം പറഞ്ഞിരുന്നത്. ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്കോ അറിയാം, ഉറപ്പുണ്ട്. അപ്പച്ചി ഞാൻ കണ്ടതാണ് അച്ഛനത് പൂട്ടിയിടുന്നത്. ഏയ് എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യില്ലടി, അങ്ങനല്ല എന്റെ അച്ഛൻ പഠിപ്പിച്ചെന്നേ. അതെ, 1-ാം തീയതി അപശകുനം കേറാണ്ടിരിക്കാൻ വേണ്ടി പൂട്ടിയിട്ടതാ. കറക്റ്റ് അപ്പച്ചി ഒന്ന് കേറി. ആ എനിക്ക് അപശകനൊന്നുമില്ല, ഞാൻ ഭയങ്കര ഐശ്വര്യമുള്ള ആളാ. ഞാൻ ഇന്ന് ഫ്രണ്ട് ഗേറ്റ് ഈ മാസം എന്തെങ്കിലും കച്ചവടം നടന്നില്ലെങ്കിൽ ഒക്കെ അപ്പച്ചിയുടെ തലയിലിരിക്കും. ഏയ് ഫ്രണ്ട് ഗേറ്റിൽ കൂടെ ഞാൻ വലതുകാലം വെച്ച് കയറൂടി. ഞാൻ കാണിച്ചുതരാം. ചെല്ല് ചെല്ല് ചെല്ല്. പൊന്നൊരുകും പൂക്കാലം. താങ്ക് യു. അച്ഛന് മൂത്ത മോളെ കൊണ്ട് ഇടിപ്പിച്ചാ പോരെ, എന്നെ എന്തിനാ കൊണ്ട് ഇടിപ്പിക്കുന്നത്? എൻ്റെ മൂത്ത മോളെ കഷ്ടപ്പെട്ട് ചൂലൊക്കെ എടുത്ത വാതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. നീയല്ലേ അനങ്ങാക്കള്ളിയായിട്ട് ഇങ്ങനെ കാലുമേ കാലും കയറ്റിയിരിക്കുന്നത്? കുറച്ച് പണിയെടുത്ത് പഠിക്കും. എനിക്ക് ചായ ഉണ്ടാക്കുന്ന ശീലമില്ല എന്ന് അറിയില്ലേ? ശീലിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത്. കുടിക്ക്. ഗംഭീരം, പൊളി. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നീ 1-ാം തീയതി എവിടെ നിരങ്ങാൻ പോയതാടി? ഞാൻ ചിട്ടിപ്പൈസ മേടിക്കേ. ചിട്ടിപ്പൈസ മേടിക്കേ? മറ്റേ ഗീതയുടെ വീട്ടിൽ. അതെ. അത് നന്നായി, മേടിക്കാനായോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. 1-ാം തീയതി അവളുടെ വീട്ടിൽ നിന്ന് നീ കയറിയനെ, അവൾ ഇനി നാളെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാ നീ ശകുനപ്പുഴ കയറിയോണ്ടാന്ന് പറയും. അത് ഞാൻ സഹിച്ചോളാം. അല്ല അമ്മ എന്താ പറയാൻ വന്നേ? അതെനിക്ക് അച്ഛനോടാ പറയാനുള്ളൂ, അല്ലാതെ നിന്നോടല്ല. ഞാൻ കേട്ടതോ കുഴപ്പം? നീ കേക്കണ്ട. അത് ഞാൻ കേട്ടാലേ. നീ കേക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അവക്കൂടെ കേൾക്കാവുന്ന കാര്യങ്ങൾ നീ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. പറയുന്നേ നമ്മുടെ ഗീതയുടെ ഭർത്താവില്ലേ കുടിച്ചു കൂത്താടി നടക്കുന്നത്? നിനക്ക് അതൊക്കെയാ ഹീറോ അല്ലേ? നാളെ തൊട്ട് ഞാനും അടിച്ചു കൂത്താടി നടക്കാടി. അങ്ങനെ എങ്ങനെ നിങ്ങൾ കുടിച്ചു നടന്ന നിങ്ങളെ കാല് ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്റെ പൊന്നമ്മ കാലടിച്ചൊന്ന് പൊട്ടിക്കല്ലേ, അവസാനം അമ്മ എന്നെ നോക്കേണ്ടി വരും. ഓ അത് ശരിയാന്നല്ലേ. നീ എന്തോ പറഞ്ഞോണ്ടിരുന്ന, എന്റെ ബാക്കി പറ. അയാളെ കുടി സഹിക്കാൻ പറ്റാണ്ടായിട്ട് അയാളെ കോയമ്പത്തൂരുള്ള ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടാക്കി. കഷ്ടം, പാവം മനുഷ്യൻ. ഓ പാവല്ല, പാവയ്ക്ക പാവം. അല്ല എന്നിട്ട് പുള്ളി നന്നായോ? നന്നായി. ഗീര എന്നോട് പറഞ്ഞു അവിടുത്തെ കൗൺസിലിംഗ് കേട്ടിട്ട് നന്നായി. ഇപ്പൊ ജോലിക്കും പോകുന്നുണ്ട്, കറക്റ്റ് ശമ്പളവും കൊണ്ടു കൊടുക്കുന്നുണ്ട് അവക്ക്. അടിപൊളി. നമുക്ക് നമ്മുടെ ഈ 4 വേണ്ട 3 പിള്ളേരെ അവിടെ വിടാം. നമുക്ക്
ഇവർക്ക് അവിടുത്തെ ആ ഇതിനൊക്കെ പോയി കഴിയുമ്പോൾ ഇവരൊക്കെ സൽസ്വഭാവികളായിട്ട് മാറും. മക്കളെയല്ല വിടാൻ പോകുന്നത്, നിങ്ങളെ വിടാൻ പോകുന്നത്. എന്നെ എന്തിനാ ഇവിടുന്ന്? അവിടെ കുടിയന്മാർക്ക് മാത്രമല്ല, പണിക്കൊന്നും പോകാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാർക്കും കൗൺസിലിംഗ് ഉണ്ട്. അതിനെ ഞാൻ പണിക്ക് പോകുന്നുണ്ട്, അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്നെ അങ്ങോട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല. ഈ അച്ഛനെ വിടമ്മ, ഈ അച്ഛന് ഒരു ഉത്തരവാദിത്വം ഇല്ല. എടി എന്റെ അത്ര ഉത്തരവാദിത്തമുള്ള ആരുണ്ട് ഇവിടെ? അവിടെ 2 ദിവസത്തെ കൗൺസിലിംഗ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗീതയോട് പേര് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവള് ബുക്ക് ചെയ്തു. ഗീത ബുക്ക് ചെയ്തെങ്കിൽ അവളെ തന്തയെ പറഞ്ഞു. അല്ല, നിങ്ങളുടെ പേരാ ബുക്ക് ചെയ്തത്, അവളെ തന്തയുടെ പേരൊന്നല്ല ബുക്ക് ചെയ്ത്. ആ എന്റെ പേരിൽ അവളെ തന്ത പോയി കിടന്നോട്ടെ, എന്നെ കിട്ടത്തില്ലേനൊന്നും ഞാൻ പോകത്തുമില്ല. ഓ അച്ഛാ, നല്ല കാര്യമല്ലേ, ഒന്ന് നന്നായിട്ടൊക്കെ വാ. നിങ്ങളെ 3 കൂടെ ഞാൻ പാക്ക് ചെയ്തു. ഞങ്ങൾക്ക് അച്ഛനേക്കാൾ ഉത്തരവാദിത്വം ഉണ്ട്. ആ നിങ്ങൾക്ക് തന്നെ അങ്ങ് തോന്നിയാൽ മതിയല്ലോ ഉത്തരവാദിത്തം ഉണ്ടെന്ന്. വേണ്ട കേട്ടാ, വേണ്ടാത്തതിനൊന്നും നിൽക്കരുത് 1-ാം തീയതി ആയിട്ട്. എന്താ 1-ാം തീയതിക്ക് കൊമ്പുണ്ടാ? വിടമ്മ, അച്ഛനെ പറഞ്ഞു വിടും. എന്തായാലും ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞാലല്ല അനുസരിക്കാത്ത, പറയേണ്ട ആളുകൾ പറഞ്ഞാൽ ഞാൻ എന്തായാലും അനുസരിക്കും. അതാര്? ഏ അല്ല അതാര്? അതാര്? നിന്റെ അച്ഛൻ്റെ അമ്മ. ഓ അച്ഛൻ. അമ്മ, അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്പെഷ്യൽ അച്ചാറാ, വീട്ടിലുണ്ടാക്കിയതാ. മാങ്ങാച്ചാർ അടിപൊളിയാ. നീ ഉണ്ടാക്കിയതാണോ? അടുത്ത വീട്ടിൽ ചേച്ചി അവരുടെ വീട്ടിലുണ്ടാക്കിയതാ. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, എന്റെ മോള് നന്നായിരുന്നു. എന്താ അമ്മ അങ്ങനെ? അമ്മയ്ക്ക് വേണ്ടി സ്നേഹത്തിൽ കൊണ്ടുവന്നതല്ലേ. ഓ, എന്താ അമ്മ എത്ര പുച്ഛം? എത്ര സ്നേഹമായിട്ട് കൊണ്ടുവന്ന അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ കുഞ്ഞേ. ഓ ഇല്ല തമാശ, എനിക്ക് വലിയ പിടിക്കണമൊന്നുമില്ല തമാശ. അമ്മേ, ഇത് അമ്മയുടെ മോനി, അമ്മ പറയാമേ. എടാ മോനെ, നിനക്ക് ആ കോയമ്പത്തൂരുള്ള കള്ളൂടിയന്മാരുടെ കള്ളൂടി നിർത്തുന്ന ആ കേന്ദ്രത്തിൽ കുറച്ച് ദിവസം പോയി നിൽക്കാൻ മേലടാ. ഒരു മാസം. കുറച്ചു ദിവസം അമ്മ 2 ദിവസം. ആ എന്നാ 2 ദിവസം നിൽക്കാൻ മേലടാ. 2 ദിവസമല്ല, 2 സെക്കൻഡ് പോലും ഞാനവിടെ പോയി നിൽക്കത്തില്ല. കള്ളുകൂടിയന്മാരുടെ കൂടെ അവിടെ മുഴുവൻ ഭ്രാന്തന്മാരൊക്കെ, ഞാൻ പോകുന്നൊന്നുമില്ല. ചുമ്മാ 2 ദിവസം ആ കോയമ്പത്തൂർ പോയി നിന്നാ നിനക്ക് എന്താടാ കുഴപ്പം? ഞാൻ മാറുന്ന എന്റെ ബിസിനസ് ഇവിടെ തൊലഞ്ഞു പോവേ. ആ പിന്നെ ബിസിനസ് പന പോലെ അങ്ങ് വളരെയല്ലേ നിങ്ങളെ ബിസിനസ്. ആ ബിസിനസ് വളർന്നോണ്ടിരിക്കുക. ഇത് ഞാനൊന്നും കാണുന്നില്ലല്ലോ. കാണണോ? കണ്ണു തുറന്നു വെച്ചിരിക്കണം. പിന്നെ കണ്ണടച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആ തർക്കിയാ പൊടി. ചേട്ടൻ എന്തിനാ പോയി നിൽക്കണ്? ചേച്ചിക്ക് നിന്നൂടെ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുറി. അവള് പറയുന്ന ആ കാര്യം നീ പോയി നിന്നാ മതി. ഞാൻ എന്തിനാ പോകുന്നത്? ആ എന്നോട് എന്തിനാ പോകാൻ പറഞ്ഞത്? അതുപോലെ തന്നെ നീയും പോയില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ പോകാൻ പറഞ്ഞത്? എനിക്ക് ആവശ്യത്തിന് ഉത്തരവാദിത്വം ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി. എടാ, നീ നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തോണ്ടല്ലേ അവൾ അതങ്ങ് പറഞ്ഞു. നിനക്കൊന്ന് പോയി നിന്നാൽ എന്താ കുഞ്ഞ കുഴപ്പം? ആ എന്നെ വളർത്തി വിട്ടതിന്റെ കുഴപ്പാ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ. എടാ, ഞാൻ നിന്നെ നേരം വണ്ണോ വളർത്തിയത്. എന്നിട്ടാണ് ഇവിടെ പറഞ്ഞ എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന്. അതെങ്ങനാ ഇവക്കടെ കൂടെ കൂടിയ പിന്നെ നീ ഇങ്ങനെ ആയത്? ആ അത് പറ. അതെ, ചേട്ടന് ഉത്തരവാദിത്തം ബോധമില്ല, ചേട്ടൻ പോണം. നീ മിണ്ടരുത്. നിനക്കാണ് അടി കിട്ടേണ്ടത്. 2 വള്ളത്തിൽ കൂടെ വന്നാലേ നിന്റെ കാല് കീറിപ്പോവും. നീ ഇവിടെ 1-ാം തീയതി കാല് കുത്തിയില്ലേ, അന്നേരം ഞാൻ വിചാരിച്ച ഈ വീട്ടിലെ സ്വൈര്യം പോകുന്നു. നോക്കിക്കോ, ഈ മാസം 1 സെക്കൻഡ് നിങ്ങൾക്കാർക്ക് സ്വൈര്യം കിട്ടാൻ പോകുന്നു. അതെ, എന്റെ കാലിവിടെ പതിഞ്ഞുകൊണ്ടാണ് ചേട്ടൻ ഇപ്പൊ കൗൺസിലിങ്ങിന് പോയിട്ട് നല്ലവനാകാനുള്ള അവസരം കിട്ടിയത്. നീ കൗൺസിലിങ്ങിന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ പടിക്കകത്ത് കേൾക്കത്തില്ല. അതന്നെ എന്റെയും തീരുമാനം. അതന്നെ എന്റെ തീരുമാനം. ഇവര് 2 വിഡ്ഢികളാന്ന് പറയാം. അമ്മയ്ക്ക് ബോധമുണ്ടല്ലോ. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എനിക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാത്ത അമ്മ വളർത്തിയതിന്റെ കുഴപ്പമാണ്. ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലമ്മേ. വെറുതെ ഇല്ലാത്ത പിന്നെ ഞാൻ ഒരു സുപ്രഭാതം കൊണ്ട് മനുഷ്യൻ ഉത്തരവാദിത്തം ഇല്ലാതാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ കെട്ടിയതിന്റെ കുഴപ്പം. ഒന്നില്ലേ അമ്മ വളർത്തിയതിന്റെ കുഴപ്പം, ഇല്ലേ നിന്നെ കെട്ടിയതിന്റെ കുഴപ്പം. ഇല്ലെങ്കിൽ എനിക്ക് അതിന് ഉത്തരവാദിത്തം ഇല്ലാതാവും. നീ പറ. അമ്മേ, എന്നെ കെട്ടുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്തോണ്ടിരുന്നേ? എടി, അവൻ എനിക്ക് എല്ലാ സാധനങ്ങളും കടയിൽ പോയി മേടിച്ചോണ്ട് തരും, എല്ലാം എന്റെ കുടുംബത്തിന്. ഞാൻ ഇച്ചിരി പൈസ കൊടുത്താൽ മതി. എനിക്ക് നല്ല ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് എന്റെ കുഞ്ഞ് എന്റെ കൂടെ എനിക്ക് ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് എന്റെ കുഞ്ഞും കൂടെ നിന്ന് അവനും ബുദ്ധിയും ബോധം ഉണ്ടായി. അവൻ ഞങ്ങളുടെ കുടുംബം നല്ല സന്തോഷമായിട്ട് ബുക്ക് പോരും. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആരാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? ഇവിടെ ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്നാൽ ആരാ നോക്കേണ്ടത് കുടുംബത്തെ കാര്യങ്ങള്? ഞാനല്ലേ നോക്കുന്നേ? നീയാണല്ലോ. ഞാനല്ലേ പൈസ ചെലവാക്കുന്നേ? അത് ശരിയല്ല, അത് ശരിയല്ല. അമ്മ നല്ല നാളിന് മാത്രമല്ലേ ഡ്രസ്സൊക്കെ മേടിക്കുന്നുള്ളൂ. ഡ്രസ്സ് മേടിക്കുന്നു, സാധനങ്ങളും എല്ലാം എടുക്കും. നീ ചിലപ്പം എന്തെങ്കിലും ഇല്ലെന്ന് പറയുമ്പോ നീ എന്റെ പൈസ ഇല്ല, എന്റെ പൈസ ഇല്ല. ഞാൻ 200-300 ഇല്ലാന്നേ പറയുന്നുള്ളൂ. 1000-2000 സാധനം മേടിക്കുന്നത് ഞാനമ്മേ ചിട്ടിന്ന് എടുത്തിട്ട്. അപ്പൊ ഞാൻ അപ്പൊ ഇവിടെ ചിട്ടി മോഷ്ടിക്കായിരുന്നു. ഇത്രയൊന്നും ലാഭം ചിട്ടിക്ക് കിട്ടുകയല്ലേ? നുണയാടോ ഇതൊക്കെ? എന്തുവാടി നീ? എന്തിവിടെ ഇപ്പൊ എന്താ വേണ്ടത്? കൗൺസിലിൽ പോണം. ആരെങ്കിലും പോയാൽ മതിയാ? നീ പോ. വേണ്ട, അവിടെ പോകുന്നില്ല, നിങ്ങളാ പോണ്ടത്. ചേട്ടൻ 2 ദിവസം പോയി നിന്നൂടെ അവിടെ? ചേട്ടൻ 2 ദിവസമല്ല 10 ദിവസം പോയി നിൽക്കും. ചേട്ടൻ ഇഷ്ടമുള്ള സ്ഥലത്ത്. ഊട്ടി വിട്, പൈസ ഊട്ടി പോയി ഞാൻ നിൽക്കണം. ഒരു 100 ദിവസം നിന്നോളാം ഞാൻ. മോൻ ഊട്ടി പോയി വെള്ളം അടിക്കാനല്ലേടാ? എന്തിനായിക്കോട്ടെ, ഈ ഇവള് പറയുന്ന സ്ഥലത്ത് ഭ്രാന്തന്മാരുടെ കൂടെ കിടക്കുന്നതിലും ഭേദമല്ലേ? അവിടെ പോയി നിന്നാ നിന്റെ കുടിയെ നിൽക്കും, നീ നല്ലവനാവുമല്ലോ എന്ന് വെച്ചോണ്ടാണ് പറഞ്ഞതാ. അതിന് ഞാൻ ഇവിടെ കുടിച്ചോട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ അല്ല, ഇന്നലൊക്കെ കുടിച്ചോണ്ടെന്ന് എന്നോട് എന്റെ പുഷ്പ എന്നോട് പറയടാ നിന്റെ കാര്യങ്ങളെല്ലാം. വർഷത്തിൽ ഒരു അല്ല, ഇപ്പൊ കുടിച്ചോണ്ടല്ല നിക്കുന്നേ. കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ അതെ പറ്റില്ല. കുടിക്കുന്ന എന്തുകൊണ്ടാണ്? ഇവളുടെ കൂടെ ജീവിക്കണമെങ്കിൽ 2 അടിച്ചാലേ ബോധത്തോടെ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാ. അമ്മേന്റെ കൂടെ ജീവിച്ചപ്പോ ഞാൻ കുടിക്കുകയല്ലായിരുന്നല്ലോ, ഇല്ലേ? അത് ശരിയാണല്ലോ. അയ്യോ, അവര് പോയി പിണങ്ങി തീർന്നു. വേണമെങ്കിൽ പോട്ടെ, അഹങ്കാരമുള്ളത് അങ്ങനെ ഇരിക്കത്തില്ല. പിണങ്ങത്തൊന്നുമില്ല.
ഇവർ തമ്മിൽ ഒരിക്കലും പിണങ്ങത്തൊന്നുമില്ല. പക്ഷെ നീ പോണം മോനെ.